സ്മാക് ട്യൂഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചില ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ്. നമ്മൾ ഡയറക്റ്റ് ഫോർമുല വെച്ച് തന്നെയാണ് പോകുന്നത്. എങ്ങനെയാണ് ഫോർമുല വന്നത് എന്നുള്ളതിലേക്കല്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആദ്യം തന്നെ ദ സം ഓഫ് ഫസ്റ്റ് 100 നാച്ചുറൽ നമ്പേഴ്സ്. ഫസ്റ്റ് 100 നാച്ചുറൽ നമ്പേഴ്സ് അത് ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതെങ്ങനെയാണ് അപ്പോൾ ചെയ്യുക അല്ലേ? സം ഓഫ് ഫസ്റ്റ് എന്ന് പറയുമ്പോൾ 1 മുതൽ 100 വരെയുള്ള നമ്പേഴ്സ് സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുക, അത് തന്നെയാണ് വേണ്ടത്. ഓക്കെ, നമുക്ക് തുടങ്ങാം അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫൈൻഡ് ദി സം ഓഫ് ദി ഫസ്റ്റ് 100 നാച്ചുറൽ നമ്പേഴ്സ്. ഫസ്റ്റ് ടേം എന്തായിരിക്കും? 1 ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ എഴുതാം, വേണമെങ്കിൽ നല്ല അങ്ങനെ എഴുതി വയ്ക്കുക അല്ലേ? 1 2 3 അങ്ങനെ പോയി എത്ര നമ്പേഴ്സ്? 100 നമ്പേഴ്സ് ഉണ്ടായിരിക്കും. അപ്പം നമുക്ക് ഉറപ്പാണ് 100 നമ്പേഴ്സ് നമ്പർ ഓഫ് എലം അല്ലെങ്കിൽ നമ്പർ ഓഫ് എത്ര നമ്പേഴ്സ് ഉണ്ടായിരിക്കും? 100 നമ്പേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ n എന്ന് പറയുന്നത് അവിടെ എന്തായിരിക്കും? 100 ആണ് എന്ന് മനസ്സിലാക്കാം. ഇനി ഫോർമുല പഠിച്ച് വയ്ക്കുക. എസ് എൻ കാണാനുള്ള ഫോർമുല SN = n × n+1/2. എന്താണ് നമ്മൾ പഠിച്ചു വെച്ചേ? ദി സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. എന്താണ് കാണാനുള്ള ഫോർമുല? SN = n × n+1/2. എന്ന് നമുക്കറിയാം 100 എലമെൻറ്റ്സ് ആണുള്ളത്. അപ്പോൾ n എന്തുതന്നെയാണ്? 100 ആണ്. അപ്പോൾ 100 × 100 + 1/2 അല്ലേ? 100/2 ചെയ്യാൻ അറിയാമല്ലോ. എന്താ വരിക? 50 അല്ലേ? 50 × 101 എന്താ ആൻസർ വരുള്ളൂ? 50 അല്ലേ? നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ പേരല്ല, നമുക്കിതിൻ്റെ ആൻസർ 50 ആണ്. അടുത്തത് വാട്ട് ഈസ് ദി സം ഓഫ് ദി ഫസ്റ്റ് 100 ഓഡ് നമ്പേഴ്സ്. നമ്മൾ നേരത്തെ കണ്ടത് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കേസാണ്. ഇനി നമ്മളോട് പറയാണ് ഓഡ് നമ്പേഴ്സ് മാത്രമേ പറ്റുള്ളൂ. നമുക്കറിയാം ഒരു 1 to 100 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിലെ 50 ഓഡ് നമ്പേഴ്സും 50 ഈവൻ നമ്പേഴ്സും ഉണ്ടായിരിക്കും. നമുക്കറിയുന്ന കേസാണ് അല്ലേ? ഈ എലമെൻറ്റ്സ് 1 to 100 വരെയുള്ളതിൽ 50 ഓരോ നമ്പേഴ്സ് ഈക്വൽ ആയിട്ട് തന്നെയായിരിക്കും പോകുന്നുണ്ടാവുക. ഈവൻ നമ്പർ ആയിരിക്കും അല്ലേ? അപ്പോൾ ഈക്വലാണ്. ഓരോ നമ്പേഴ്സും 50 ഉണ്ടാവും, ഈവൻ നമ്പേഴ്സും 50 ഉണ്ടാവും. നമ്മൾ എന്ത് പഠിച്ച് വെച്ചാൽ മതി. അപ്പോൾ n = എന്താണ് കിട്ടും? n = എന്താണ്? 50 ആണ്. പക്ഷേ ഇവിടെ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് സം ഓഫ് ഫസ്റ്റ് 100 ഓഡ് നമ്പേഴ്സ് എന്നാണ് അല്ലേ? ആദ്യത്തെ എന്നാണ്. അല്ലാതെ നമുക്ക് സംശയം വരും 100ൻ്റെ ഉള്ളിൽ തന്നെയാണോ ഇത് വരുന്നത് ഓരോ നമ്പേഴ്സ് നോക്കേണ്ടത്. അങ്ങനെയല്ല, ആദ്യത്തെ 100 നമ്പേഴ്സ്. അപ്പോൾ 100നും മുകളിലേക്ക് പോകും. ഞാൻ നേരത്തെ പറഞ്ഞത് എന്താ? 100ൻ്റെ ഉള്ളിൽ 1 to 100 എത്ര ഓരോ നമ്പേഴ്സ് ഉണ്ട്? 50. അങ്ങനെയാണ് പറഞ്ഞത്. അതല്ല ഇവിടെ ചോദ്യം. ഇവിടുത്തെ ചോദ്യം എന്താ? സം ഓഫ് ഫസ്റ്റ് 100 ഓഡ് നമ്പേഴ്സ് എന്നാണ്. അപ്പോൾ 100നും മുകളിലേക്ക് പോകും. 101 102 ഉണ്ടോ? ഇല്ല. 103 അങ്ങനെ പോയി ആദ്യത്തെ 100 ഓഡ് നമ്പേഴ്സ് വരെ നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫോർമുല പഠിച്ച് വയ്ക്കുക. അത്രയേ ഉള്ളൂ. വളരെ നിസ്സാരമായിട്ടുള്ളതാണ്. SN = n² എന്നുള്ളതാണ് എന്തിൻ്റെ ഫോർമുല? ഇങ്ങനൊരു ചോദ്യം വന്നാൽ ചെയ്യേണ്ട ഫോർമുല ഫസ്റ്റ് 100 ഓഡ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ആദ്യത്തെ 100, അപ്പോൾ ഓഡ് നമ്പേഴ്സ് എത്ര ഉണ്ടാവും അവിടെ? 100. ഇപ്പോഴും ആ 50 നിൽക്കരുത്. ഞാൻ അതുകൊണ്ടാണ് തെറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം തെറ്റ് വരും എന്നുള്ളത് ചൂണ്ടിക്കാട്ടിയിട്ട് ആൻസറിലേക്ക് പോയത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല വിചാരിച്ചിട്ട്. ഓക്കെ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ n = 100 ആണ്. 100² എന്താണ്? ആൻസർ കിട്ടി അല്ലേ? 10,000 ആണ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദി സം ഓഫ് ഫസ്റ്റ് 100 ഈവൻ നമ്പേഴ്സ്. ഫസ്റ്റ് 100 ഈവൻ നമ്പേഴ്സിൻ്റെ സമ്മ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അപ്പോൾ നേരത്തെ കണ്ടത് ഓഡ് നമ്പേഴ്സാണ്. അതേപോലെ ആദ്യത്തെ എത്ര എണ്ണം വേണം? 100 ഈവൻ നമ്പേഴ്സ്, ഇരട്ട സംഖ്യകളുടെ വേണം. അതിൻ്റെയാണ്. അപ്പോൾ അതിൻ്റെ ഫോർമുല എന്തായിരിക്കും? SN = n × n+1. n × n+1
അപ്പോൾ n ഇവിടെ 100 ആണ്. അപ്പോൾ 100 ഇൻറ്റു 100 പ്ലസ് 1 എന്താ വരിക? 10 100 ആൻസർ കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് ക്വസ്റ്റ്യൻ അല്ല നമ്മളിന്ന് വീഡിയോയിൽ ചെയ്യുന്നത്. എത്ര ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്? 5 ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 4th ക്വസ്റ്റ്യൻ എന്താ? 4ാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത് സം ഓഫ് ഈവൻ നമ്പർ ഫ്രം ഇങ്ങനൊരു കേസ് വരുമ്പോഴും നമുക്ക് ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ 100 നമ്പേഴ്സ് അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു നമ്പേഴ്സ് എത്രയാണ്? 50 ആണ്. അതിൻ്റെ പകുതി എടുത്താൽ മതി. ഇവിടെ നോക്ക്, എന്താണ്? സം ഓഫ് ഈവൻ നമ്പേഴ്സ് ഫ്രം ഇതാണ് 1 to 100 അല്ല, 1 to 200 ആണ്. ഓക്കെ, അപ്പോൾ n ഈക്വൽ ടു എന്തേ വരുള്ളൂ? 100. കാരണം 200 വരെയുള്ള 1 2 അത് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ എന്താ നന്നായി മനസ്സിരുത്തി ഓരോ നമ്പേഴ്സ് എത്ര വരും എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ചെയ്യാം. അപ്പോൾ 1 to 200 ആയതുകൊണ്ട് തന്നെ 200 ഒരു ഈവൻ നമ്പറാണ്. നമുക്ക് പകുതിയാക്കാൻ പറ്റും അല്ലേ? പകുതി ചെയ്യാം. അപ്പോൾ അതിൻ്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ 100 കിട്ടും. ഓക്കെ, അപ്പോൾ n ഈക്വൽ ടു എന്താണ്? 100 ആണ്. അപ്പോൾ Sn ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1 ആണെന്ന് നമ്മൾ പഠിച്ചു. ഈവൻ നമ്പേഴ്സിൻ്റെ സമ്മാനുള്ള ഇക്വേഷൻ എന്താ? n ഇൻറ്റു n പ്ലസ് 1. n ഈക്വൽ ടു 100 ആയതുകൊണ്ട് തന്നെ 100 ഇൻറ്റു 100 പ്ലസ് 1 ഈക്വൽ ടു എന്താണ്? 10 100 എന്നുള്ള ആൻസർ നമുക്ക് കിട്ടി. ഇതേപോലെ തന്നെ എന്തും കൂടി ചോദിക്കും. ഇപ്പോൾ ഈവൻ നമ്പർ കണ്ട പോലെ 1 to 200 എന്തും കൂടി നമുക്ക് കാണാൻ പറ്റും. യെസ്, 1 to 200 എന്തും കൂടി കാണാം. നമ്മുടെ ഓഡ് നമ്പേഴ്സിൻ്റെയും കൂടി കാണാം. അപ്പോൾ അതിലും എന്തുതന്നെയാണ്? പകുതിയായിട്ട് തന്നെ വരും അല്ലേ? അപ്പോൾ n ഈക്വൽ ടു എന്താണ്? 100. n ഈക്വൽ ടു 100 ആണ് വരിക. അപ്പോൾ Sn ഈക്വൽ ടു 100 സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ത് തന്നെയാണ്? യെസ്, 10,000 അല്ലേ? 10,000 ആണ് ആൻസർ വരിക. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. അപ്പം പറഞ്ഞു വന്നത് നമ്മളെന്താണ്? 3 ഫോർമുല പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഫോർമുല എന്തായിരുന്നടാ? Sn ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1. Sn ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1/2 എന്തിൻ്റെയാ? സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഇക്വേഷൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് പഠിച്ചു? യെസ്, Sn ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1. അതെന്താ? സം ഓഫ് ഫസ്റ്റ് എന്താണ്? ഈവൻ നമ്പേഴ്സ് അല്ലെങ്കിൽ സം ഓഫ് ഈവൻ നമ്പേഴ്സ്. ഉറപ്പിച്ചു, അത്രയേ ഉള്ളൂ. അടുത്തത് സം ഓഫ് എന്തായിരിക്കും? ഓഡ് നമ്പേഴ്സ്. ഇത് നമ്മൾ 7ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ഓർക്കുന്നുണ്ടോ? ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇന്ന് നമ്മൾ നിസ്സാരമായിട്ട് 3 ഫോർമുല വെച്ച് ചെയ്യാൻ നമ്മൾ നോക്കുക ചെയ്തേ, അല്ലാതെ ആ ഫോർമുല എങ്ങനെ വന്ന് അങ്ങനെയൊന്നും നമ്മൾ നോക്കിയിട്ടില്ല. നമുക്കറിയുന്ന ഫോർമുല വെച്ച് നിസ്സാരമായി സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാം. ചില കൺഫ്യൂഷൻസ് ഉണ്ട്, അതൊക്കെ മാറ്റിക്കൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളതായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ. യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.